നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ടോക്കിയോയിൽ വെച്ച് നടക്കുന്ന WR ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ വൈശാലിയും സ്വിസ് ഗ്രാൻഡ് മാസ്റ്റർ അലക്സാൻഡ്ര കോസ്റ്റനെക്കും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്നലെ നടന്ന ഗെയിമാണ്. ഈ ഗെയിമിൽ വൈശാലി വൈറ്റ് സൈഡും അലക്സാൻഡ്ര ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈശാലി ആ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് തന്നെ പോവുകയാണ്. പോണ വെച്ച് പോണോട്ടൊന്നു, ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചിട്ടൊന്നു. അതിനുശേഷം നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ പെന്നി ഒഴിവാക്കാനോ അല്ലെങ്കിൽ പോണ വെച്ച് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം അടുത്ത ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്കും നൈറ്റിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ഈ ബിഷപ്പിനോട് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A3 ഇതുകൊണ്ട് ബിഷപ്പിൻ്റെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ബിഷപ്പിനെ F5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് B7ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് B6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. അതിനുശേഷം വൈറ്റ് C4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. ക്വീനെ D6ലേക്ക് കൊണ്ടുവന്ന് H2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റും പീസുകളെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സ്ക്വയറുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത റൂക്കിനെ കൂടെ ഓപ്പൺ ഫൈലിലേക്ക് കൊണ്ടുവരുന്നു. ഇതേ മൂവ് ഓർഡറിൽ ഇതിനു മുമ്പും ഒരു ഗെയിം നടന്നിട്ടുണ്ട്. ആ ഗെയിമിൽ ബ്ലാക്ക് ഈ പൊസിഷനിൽ H6 മൂവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ അലക്സാൻഡ്ര ഇവിടെ മാറി ചിന്തിക്കുകയാണ്. ഇപ്പോൾ H6 മൂവ് ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഇതൊരു പുതിയ ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ വൈശാലി നേരിട്ടൊരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ റൂക്കിനെ B5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ റൂക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ബിഷപ്പ് അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ റൂക്കിനെ D5ലേക്ക് കൊണ്ടുവന്ന് ഈ ക്വീനെ അറ്റാക്ക് ചെയ്യാനും പ്ലാനുണ്ട്. അങ്ങനെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ക്വീന് ഈ ഡയഗണിലേക്കുള്ള കൺട്രോൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടി വരും. അങ്ങനെ റൂക്ക് D5ലേക്ക് വരുന്നത് തടയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ബിഷപ്പിനെ E6ലേക്ക് കൊണ്ടുവന്ന് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനിപ്പോൾ ഇങ്ങനെ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം D5 ഇതുകൊണ്ട് ഇങ്ങനൊരു ഫോർക്ക് കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം D5 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളും കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈശാലി അടുത്തൊരു അറ്റാക്കിലേക്ക് പോവുകയാണ്. അടുത്തായിട്ട് നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട H7ലേക്കും F7ലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ F7ലേക്കാണെങ്കിൽ ഇപ്പോൾ 2 അറ്റാക്ക് ആയിട്ടുണ്ട്. ഈ നൈറ്റിനെ ഇവിടുന്ന് ഓടിക്കുന്നതിനായിട്ട് H6 മൂവ് ചെയ്യുന്നത് അത്ര നല്ല മൂവല്ല. കാരണം ബ്ലാക്കിന് ഇപ്പോൾ ഈ ഡയഗണലിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് വൈശാലി ഇപ്പോൾ നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് H6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് ആ നൈറ്റിനെ തിരിച്ചുകൊണ്ടേണ്ട ആവശ്യമില്ല. പകരം നൈറ്റ് ഉപയോഗിച്ച് F7ലെ പോൺ എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുത്താൽ മതി. ഇനി ഒരു ഡിസ്കവേർഡ് ചെക്കാനുള്ള സാധ്യത കൂടെ ഉള്ളതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ എന്തായാലും റൂക്ക് വെച്ച് ആ നൈറ്റിനെ എടുക്കേണ്ടി വരും. ആ സമയത്ത് ഒരു ചെക്കോട് കൂടി ആ റൂക്കിന് ഇട്ടെടുക്കാം. അപ്പോൾ കിങ് ഉപയോഗിച്ച് വെട്ടേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് വെച്ച് ബിഷപ്പിന് ഇട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും നൈറ്റ് വെച്ച് വെട്ടേണ്ടി വരും. ഈ സമയത്ത് ക്വീനെ F3ലേക്ക് കൊണ്ടുവന്ന് ഒരേ സമയം റൂക്കിനെയും നൈറ്റിനെയും അറ്റാക്ക് ചെയ്യാൻ പറ്റും. നൈറ്റ് പിന്നിങ്ങിലായത് കാരണം നൈറ്റ് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. ഈ റൂക്ക് ഇപ്പോൾ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും വൈറ്റിന് ഒരു ചെക്കോട് കൂടി ഈ നൈറ്റിനെ വിട്ടെടുക്കാൻ അവസരം കിട്ടും. ഈ എക്സ്ചേഞ്ചിൽ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടുകയും ബ്ലാക്കിൻ്റെ കിങ് സൈഡ് വീക്കാകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ തന്നെ H6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം C5 മൂവ് ചെയ്തുകൊണ്ട് D4ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ റൂക്കിനെ ബ്ലോക്കും ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ഈ റൂക്ക് ബ്ലോക്ക് ആയതോടെ വൈറ്റിനിപ്പോൾ നേരത്തെ കണ്ട ആ അറ്റാക്കിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റിന് ഒരു ചെക്കോട് കൂടി ബിഷപ്പിനെ വെട്ടിയെടുക്കാനോ നേരത്തെ കണ്ട പോലെ ക്വീൻ ഉപയോഗിച്ച് ഇങ്ങനൊരു അറ്റാക്കിനോ പറ്റില്ല. അതുകൊണ്ട് വൈശാലി ആ പ്ലാൻ ഉപേക്ഷിച്ചിട്ട് അടുത്ത അറ്റാക്കിലേക്ക് പോവുകയാണ്. ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന്
ഇവിടെ നേരിട്ട് ഒരു മേറ്റിംഗ് ത്രെട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ എന്തായാലും ഈ അറ്റാക്ക് ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് H6 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് മേറ്റിൽ നിന്നും ഒഴിവാകുന്നതോടൊപ്പം നൈറ്റിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് നൈറ്റിനെ ഇപ്പോൾ തന്നെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. ആദ്യം പോൺ വെച്ച് പോണെടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ D4ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. വൈശാലി ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് ബിഷപ്പിൻ്റെയും റൂക്കിൻ്റെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് അതിലൊരു സപ്പോർട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ ബിഷപ്പിന് സേഫായിട്ട് പോകാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. അതിൽ എങ്ങോട്ട് തന്നെ ബിഷപ്പിന് മാറ്റിയാലും ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വിട്ടെടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈശാലി നല്ല ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. ഇനി 21 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും വളരെ വേഗം തന്നെ ആ ബിഷപ്പിനെ രക്ഷിക്കാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. ആദ്യം ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ C3 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. കാരണം ആ സ്കോറിലേക്ക് നൈറ്റിനെ കണ്ടുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് ആ പോയിന്റ് എടുത്തുകൊണ്ട് വീണ്ടും ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാൻ അവസരമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പോൺ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ക്വീന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ബാക്കി എല്ലാ സ്ക്വയറുകളും വൈറ്റിൻ്റെ കൺട്രോളിലാണ്. ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം അടുത്തൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ D7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ വീണ്ടും ഒരേ സമയം വൈറ്റിൻ്റെ 2 പീസുകൾ അറ്റാക്കിലായിരിക്കുകയാണ്. ഇവിടെ വൈശാലിയുടെ ഭാഗത്തുനിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഇത്രയും ടൈം പ്രഷർ ഉണ്ടെങ്കിലും വൈശാലി ഈ ബിഷപ്പ് വെച്ച് പോൺ കിട്ടുന്ന പോലുള്ള സിമ്പിൾ മൂവുകളൊന്നുമല്ല ചെയ്യുന്നത്. ഈ പൊസിഷനിലെ ഏറ്റവും മികച്ച മൂവ് തന്നെയാണ് കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ റൂക്കിനെയോ ബിഷപ്പിനെയോ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീന് വെച്ച് H6 പോൺ എടുത്തുകൊണ്ട് ക്വീനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് F6ലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരും. ഇപ്പോൾ എന്തായാലും H6ലേക്ക് മാറാൻ പറ്റില്ല. ഈ 2 സ്കോറിലേക്ക് എവിടേക്കെങ്കിലും മാറാൻ പറ്റുള്ളൂ. എങ്ങോട്ട് തന്നെ മാറിയാലും ഈ ബിഷപ്പിൻ്റെ ഡയഗണലിലേക്കായിരിക്കും കിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്കവേർഡ് ചെക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ ക്വീനെ വിട്ടെടുക്കാൻ പറ്റും. ബ്ലാക്കിനിപ്പോൾ പ്രധാനമായിട്ടും 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കിങ്ങിനെ ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറ്റാം, അല്ലെങ്കിൽ പോൺ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാം. വേറെ എങ്ങനെ ബ്ലോക്ക് ചെയ്താലും ആ പീസിനെ വിട്ടെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ ഈ പോൺ വെച്ചാണ് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ വെട്ടിയെടുക്കാം. ഇതോടെ ഈ 2 നൈറ്റുകളും ഒരേ സമയം അറ്റാക്കിലാകും. ഇതിലിപ്പോൾ ഏത് നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറിയാലും അടുത്ത നൈറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് റൂക്കിന് ഇട്ടെടുക്കാം. അതിനുശേഷം അടുത്ത നൈറ്റിനെ കൂടെ ഇട്ടെടുക്കാം. ഇനി എക്സ്ട്രാ പീസും എക്സ്ട്രാ പോണും ഉള്ളതുകൊണ്ട് വൈറ്റിന് ഈ ഗെയിം ഈസിയായിട്ട് വിജയിക്കാൻ കഴിയും. അല്ലാതെ ഇങ്ങനെ ഡിസ്കവേർഡ് ചെക്ക് വരുമ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം കിങ്ങിനെ ഈ 2 സ്കോറിലേക്ക് എവിടേക്ക് തന്നെ മാറ്റിയാലും ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് ആ റൂക്കിനെ ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. പകരം വീണ്ടും ഒരു ചെക്കോട് കൂടി നൈറ്റിനെ തിരിച്ചു കൊണ്ടുവരാം. ഇപ്പോഴും കിങ്ങിന് ഈ ബിഷപ്പിൻ്റെ ഡയഗണലിലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് തന്നെ മാറിയാലും ആദ്യം ഈ അറ്റാക്കുള്ള ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കാം. നൈറ്റ് വെച്ച് തിരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ നൈറ്റിനെ ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. പകരം നൈറ്റിനെ മാറ്റിക്കൊണ്ട് വീണ്ടും ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാം. ഇനി കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ആദ്യം റൂക്കിനെ ഇട്ടെടുത്ത ശേഷം അടുത്ത നൈറ്റിനെ കൂടെ ഇട്ടെടുക്കാം. ഈ വേരിയേഷനിലും വൈറ്റിന് എക്സ്ട്രാ റൂക്കും എക്സ്ട്രാ പോണും കിട്ടും. അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് വിജയിക്കാൻ കഴിയും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ റൂക്ക് സാക്രിഫൈസോ ബിഷപ്പ് സാക്രിഫൈസോ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. F6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ക്വീനും റൂക്കും ബിഷപ്പും ഒരേ സമയം വീണ്ടും അറ്റാക്കിലായിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് F6 മൂവ് ചെയ്തതോടെ ഈ ഒരു ഡയഗണൽ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ആ ഡയഗണൽ ഉപയോഗപ്പെടുത്തിയാണ് ബിഷപ്പ് വെച്ച് C4 പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു.
ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. ബ്ലാക്ക് ഈ പൊസിഷനിലെ ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു ചെക്കോടുകൂടി ആ ബിഷപ്പിനെ വിട്ടെടുക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ വൈശാലി ഇപ്പോഴും ഈ സിമ്പിൾ മൂവുകളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. നൈറ്റ് വെച്ച് F6 പോണിന് വെട്ടി ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ റൂക്കിൻ്റെ ഫയൽ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ചാണ് ആ നൈറ്റിനോട് എടുക്കുന്നതെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കിൻ ചെക്ക് കൊടുത്തുകൊണ്ട് ആ ക്വീനെ നേടിയെടുക്കുക എന്നാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നില്ല, പകരം റൂക്ക് വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ കണ്ടല്ലേ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കൊണ്ട് ഫോർക്കിൻ ചെക്ക് വന്നാലും ബ്ലാക്കിന് ഈ റൂക്ക് വെച്ച് തന്നെ ആ ബിഷപ്പിന് വെട്ടി മാറ്റാൻ പറ്റും. എന്നാൽ വൈറ്റിൻ്റെ ക്വീൻ ഇപ്പോഴും അറ്റാക്കിലാണ്. അതുപോലെ തന്നെ റൂക്കിനെതിരെയും ബിഷപ്പിനെതിരെയുള്ള അറ്റാക്കുകൾ അതുപോലെ നിലനിൽക്കുന്നുമുണ്ട്. വൈശാലിക്കിന് 15 സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും അറ്റാക്കിനുള്ള ഒരു പീസിനെയും വൈശാലി മാറ്റാൻ ശ്രമിക്കുന്നില്ല. വൈശാലിയുടെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഇത്തവണ ബിഷപ്പ് വെച്ച് റൂക്കിനോട്ട് എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇനി ഇവിടെയും അടുത്ത ഒരു മൂവിൽ ചെക്ക്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തവണ ബ്ലാക്ക് ആ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് പോൺ വെച്ച് ക്വീനോട്ട് എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് ഫോർക്കിൻ ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ E7 നൈറ്റിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ നൈറ്റിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ നല്ല സ്കോറുകളൊന്നുമില്ല. C8 പോവുകയാണെങ്കിൽ ആ റൂക്കിനെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ റൂക്ക് വെച്ച് സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് റൂക്കിനെ B7 കൊണ്ടുവന്ന് ഇങ്ങനെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു പാസ്ഡ് പോൺ കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ റൂക്ക് വെച്ച് സപ്പോർട്ട് എടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ F7 കൊണ്ടുവന്ന് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം റൂക്കിനെയും ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ A6 മൂവ് ചെയ്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്കിനെ B7 കൊണ്ടുവന്ന് ഈ നൈറ്റിനെയും A7 പോണേയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. വൈറ്റിന് ഇപ്പോൾ തന്നെ ഒരു പാസ്ഡ് പോണുണ്ട്. ഇനി ബ്ലാക്കിൻ്റെ ഈ A7 പോണും കൂടെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നതോടെ ഈ A5 പോണും പാസ്ഡ് പോണായിട്ട് മാറും. ബ്ലാക്ക് അല്ലാതെ തന്നെ എക്സ്ചേഞ്ചിൽ ഡൗൺ ആയിട്ടാണ് കളിക്കുന്നത്. ഇനി ഗെയിമിലേക്ക് തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ലെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.